ബി.ജെ.പിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹീത ആശംസകളോടെ രാജീവ് കേരള ബി.ജെ.പിയുടെ ചുമതലയിലേക്ക് ഒരുങ്ങുന്നത്. പാർട്ടിയുടെ അധ്യക്ഷനായി നിയമിതനായ ശേഷം നടന്ന കന്നി പ്രസംഗം തന്നെയാണ് രാജീവ് തന്റെ നയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDA അധികാരത്തിൽ എത്തണമെന്നും പ്രഖ്യാപിച്ചു. കേരള നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് രാജീവ് പ്രസംഗം തുടങ്ങിയത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബി.ജെ.പി അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം. അത് പൂർത്തീകരിച്ച് മാത്രമേ താൻ മടങ്ങി പോവുകയുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മാറ്റം കൊണ്ടുവരാനാണ് ദൗത്യം. ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെങ്കിൽ ബി.ജെ.പി അധികാരത്തിൽ വരണമെന്നും രാജീവ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നു. അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി എനിക്ക് നൽകിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നു. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 19% വോട്ട് വിഹിതം ഉയർത്തി രാഷ്ട്രീയ വിജയം നേടിക്കഴിയണം. മാരാർജി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ബലിദാനികളുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല. കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് തനിക്ക് മനസ്സിലായത്. 35 ദിവസം കൊണ്ടുള്ള പ്രചാരണത്തിൽ 3.5 ലക്ഷം വോട്ട് പിടിക്കാനായത് ഇവിടുത്തെ പ്രവർത്തകരുടെ മിടുക്കും കഴിവും കൊണ്ടാണ്. ബി.ജെ.പി പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു. ഇനി മുൻപോട്ട് പോകുമ്പോഴും പ്രവർത്തകരുടെ പാർട്ടി തന്നെയാകുമെന്ന് താൻ ഉറപ്പിച്ച് പറയുകയാണ്. കേരളത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. ഇവിടുത്തെ യുവാക്കൾ അവസരം കിട്ടുമ്പോൾ തിളങ്ങുന്നുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചോദിക്കണം. ഇവിടെയുള്ള യുവാക്കൾക്ക് എന്തുകൊണ്ടാണ് അവസരം കിട്ടാത്തത്? എന്തുകൊണ്ട് ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കടമെടുത്താണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പുതിയ ബി.ജെ.പി അധ്യക്ഷൻ വിമർശിച്ചു. കേരളത്തിൽ 2 പാർട്ടികൾ പാലിക്കപ്പെടാത്ത വാഗ്ദാനം നൽകിയതിന് ആളുകൾ അവരിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെട്ടു. കേരളം വളരണം, കുട്ടികൾ മികച്ച ഭാവി സൃഷ്ടിക്കണം, സംരംഭങ്ങൾ വരണം. അതാണ് ബി.ജെ.പിയുടെ ദൗത്യം. തകർന്നു കിടക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മോദി മികച്ചതാക്കി. ബി.ജെ.പി പുതിയ ഇന്ത്യയാക്കി മാറ്റി. അവസരങ്ങളുള്ള സ്ഥലത്തേക്ക് യുവത്വം പോകുന്നത്. സംസ്ഥാനത്തു നിന്നും യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല. ഒരു ടീമായി നമുക്ക് ഓരോ വീട്ടിലും വികസന സന്ദേശം എത്തിക്കണം. വികസനം ഇന്ത്യ പോലെ വികസന കേരളം ഉണ്ടാക്കണം. ഇന്ത്യയുടെ ദുർബലത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും 4ാമത്തെ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മോദി തന്നെയാണ്. കേരളത്തിലും ഞങ്ങളുടെ ദൗത്യം അതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യുവാക്കളുള്ള സംസ്ഥാനത്തിലാകും. കഴിവുള്ള യുവാക്കൾ അവസരങ്ങളുള്ള സംസ്ഥാനത്തിലേക്ക് പോകും. അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോകും. അപ്പോൾ ഇവിടെ നിക്ഷേപം വരില്ല. അതാണ് യാഥാർത്ഥ്യമെന്നും ഭാവിയിൽ ഫോർമുല ഇതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോക്കുകൂലിയുള്ള കേരളത്തെ അല്ല വേണ്ടത്, നിക്ഷേപവും തൊഴിലവസരങ്ങളുമുള്ള കേരളമാണ് ഇനി വേണ്ടത്. മാറ്റം കൊണ്ടുവരാൻ NDA അധികാരത്തിൽ വരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ പുറത്തു പോകേണ്ടി വരുന്നു? കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ വികസനം മുരടിച്ചു പോകുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDA സർക്കാരിനെ അധികാരത്തിലെടുക്കുകയാണ് തന്റെ ദൗത്യം. അത് പൂർത്തീകരിച്ച് താൻ മടങ്ങി പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തന്റെ മുഴുവൻ സമയവും വികസനത്തിന് വേണ്ടി താൻ സമർപ്പിക്കും. വിദ്യ കൊണ്ട് പ്രബുലരാകുക, സംഘടനകൾ കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. നേരത്തെ സോഷ്യൽ മീഡിയയിലും ശ്രീനാരായണ ഗുരു വചനങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. വിദ്യ കൊണ്ട് പ്രബലരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന ഗുരുദേവ വചനമാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഗുരുവചനങ്ങൾ തയ്യാറാക്കി ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം സഹിതമാണ് പോസ്റ്റ് ചെയ്തത്. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പൊതുസമൂഹത്തിന്റെ ഭാഗമായവരും പോസ്റ്റിന് താഴെ പുതിയ അധ്യക്ഷന് ആശംസകളുമായി എത്തി. കവടിയാർ ഉദയ് പാലസിൽ ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനമുണ്ടായത്. രാജീവിന് മുന്നിൽ നിലവിലുള്ള പ്രധാന വെല്ലുവിളി തദ്ദേശ തിരഞ്ഞെടുപ്പും അതിന് തുടർച്ചയായി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. ഈ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുന്നതോടൊപ്പം പാർട്ടി നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ചുമതലയും രാജീവിനുണ്ട്. സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കുന്ന രാജീവ് അടുക്കും ചിട്ടയും കൂടി സംഘടനയെ മുന്നോട്ട് നയിക്കുമെന്നും സൂചനയുണ്ട്.